വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മൈൻഡ് ഇൻഫ്ലുവൻസസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കട്ടപ്പനയ്ക്ക് അടുത്തുള്ള കല്യാണത്തണ്ടിലെ നീലക്കുറിഞ്ഞി പൂത്തു അത് കാണുമെന്നാണ്. ഗൈസ്, ഞാൻ മൈക്കൊക്കെ ആയിട്ട് വന്നതാണ്. എൻ്റെ മൈക്കിന്റെ ഉണ്ട ചാടിപ്പോയി, അതുകൊണ്ട് അത് ഗൈസ് അപ്പം അത് പോയതുകൊണ്ട് ഞാൻ മൈക്ക് ഇല്ലാണ്ടായിരിക്കും ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ഇടുക്കി റിസർവയറിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മളുടെ ഫേമസ് യൂട്യൂബ് ചാനൽ ആയ ഇടുക്കിക്കാരൻ അച്ചായൻ ബ്ലോഗ്സിലെ നമ്മുടെ ഹൈവിൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് വന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ റിസർവയറിൻ്റെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കാണാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം അല്ലേ? കുറേ ആൾക്കാരുണ്ട്, സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വിവരക്കേടെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ മൊത്തം ഇത് പറിച്ചുകൊണ്ട് പോവാണ് ഗൈസ്. എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ അതെനിക്ക് ഭയങ്കര ബാഡായിട്ട് തോന്നി. ഇതൊരു കുരിശുമലയാണ്, ഇത് കണ്ടോളൂ. ആൾക്കാരെല്ലാം ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നമുക്കും ഇതുവഴി ഇങ്ങനെ കയറി വേണം പോകാൻ. സോ നമുക്ക് എല്ലാവരും ഉണ്ട്, നമുക്ക് പോകാം. ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ടേ ഉള്ളൂ ഇവിടെ നമ്മുടെ ഈ ഒരു നീലക്കുറിഞ്ഞി സാധനം ഉണ്ടായി തുടങ്ങിയിട്ട്. പക്ഷേ ആൾക്കാർ ഒരാഴ്ച കൊണ്ട് അത് മൊത്തം പറിച്ചു പോയി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഈ പുല്ലിട്ട വഴി കൂടി ആയിരിക്കും നമ്മൾ പോകേണ്ടത്. നമുക്ക് പോയാലോ? നോക്ക്, ഇവിടെ ഭയങ്കര അടിപൊളി മെസ്മറൈസിങ് വ്യൂ ആണ്. എല്ലാവരും വ്ലോഗിങ് ആണ്. നമ്മൾ ഈ വഴി കയറി പോകണം. ഫുൾ പുല്ലൊക്കെയാണ്. സോ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. വല്ല അട്ട ഉണ്ടെങ്കിൽ കടിച്ചാലും പ്രശ്നമില്ല. എന്തായാലും പോവാം. ഇതപ്പം നമ്മൾ പോവാണ്. ഫസ്റ്റ് എന്താ പറയുക, ഒരു അടയാളം എന്ന് പറയുന്നത് ഇതാണ്, ലാൻഡ്മാർക്ക്. ഈ കുരിശാണ്. അപ്പോൾ ഈ കുരിശ് നോക്കിയിട്ട് നിങ്ങൾ മുന്നിലോട്ട് പോയാൽ മതി. സോ നമ്മൾ എല്ലാ വർഷവും എവിടെയൊക്കെ നീലക്കുറിഞ്ഞി പൂത്താലും കാണാൻ പോകുന്നുണ്ട്. ഞാൻ 2022 മാത്രം കള്ളിപ്പാറ നമ്മുടെ ഉടുമ്പൻചോല സൈഡിൽ പൂത്തപ്പോൾ മാത്രം പോയില്ല. ബട്ട് എല്ലാ വർഷവും നീലക്കുറിഞ്ഞി കണ്ടാലും പിന്നെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനിങ്ങനെ പൊറോട്ട ഇറച്ചി എല്ലാവർക്കും ഇഷ്ടമല്ലേ, പൊറോട്ടയും ബീഫ് കറി എന്തേലും കഴിച്ചാലും മടുക്കത്തില്ല. പക്ഷേ അതേപോലെ തന്നെയാണ് അവിടെ എല്ലാവരും വ്ളോഗ് ചെയ്യാണ് ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് വ്ളോഗേഴ്സ് തമ്മിൽ വ്ളോഗ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമായിരിക്കും. അപ്പോൾ കള്ളിപ്പാറ മാത്രം എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ അച്ചാച്ചി അമ്മയും സിസ്റ്റേഴ്സൊക്കെ അവിടെ പോയിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. ബട്ട് ഇത്തവണ കട്ടപ്പനയിൽ ഈ കല്യാണത്തണ്ടിൽ കട്ടപ്പനയിൽ നീലക്കുറിഞ്ഞി പൂക്കുന്നൊക്കെ ഞാനും ഫസ്റ്റ് ടൈമാണ് അറിയുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈമാണ് പൂക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇടുക്കിയിൽ എല്ലാ വർഷവും നീലക്കുറിഞ്ഞി പൂക്കുന്നു. ദാറ്റ് മീൻസ് ഒരു മലയിൽ ഇപ്പം പൂത്ത് കഴിഞ്ഞാൽ പിന്നെ 12 കൊല്ലം കഴിഞ്ഞിട്ടേ പൂക്കത്തുള്ളൂ. അതാണ് ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത. അതേപോലെ 12 വർഷം. അതുമല്ല, ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം സ്ട്രോബലാന്തസ് കുൻഡിയാന എന്നാണ്. ഓക്കെ, പിന്നെ 12 കൊല്ലം. ഇനി ഇവിടെ 12 കൊല്ലം കഴിഞ്ഞേ പൂക്കുള്ളൂ. അതായത് ഇവിടെ ഇനി 2036 പൂക്കും. എനിക്കിനി 36 വയസ്സാകുമ്പോൾ ഇവിടെ പൂക്കും. അതുവരെയൊക്കെ ജീവിച്ചിരിക്കുമെന്നറിയില്ല, ആരെങ്കിലും തല്ലിക്കൊല്ലും, അത് വേറെ കാര്യം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അവിടെ കുറേ ആൾക്കാർ നമ്മളെ കമൻറ്റൊക്കെ അടിക്കുന്നുണ്ട്. ബട്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അവിടെ എത്തിയിട്ട് കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞുള്ള വ്യൂ ഉണ്ടല്ലോ, പൊന്ന് ഗൈസ്, ഒന്നും പറയാനില്ല. ഇനി നിങ്ങൾക്ക് അത്രയും കയറിപ്പോകാൻ മടിയുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് വൈബ് അടിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാരൊക്കെ വൈബ് അടിക്കാൻ വരുന്നവരായിരിക്കും, വെള്ളം അടിക്കാനൊക്കെ. കാരണം വൈബ് അടിക്കാനല്ല, ഇതുകൊണ്ടോ ഫുൾ കുപ്പിയൊക്കെ ഇട്ടേക്കുക. എന്തൊരവസ്ഥയാണ്, നശിപ്പിച്ചേക്കുക ഇത്രയും നല്ല ഒരു മെസ്മറൈസിങ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലം. ലെറ്റ്സ് ഗോ. നിങ്ങൾ നോക്കൂ, എന്ത് സെറ്റപ്പാണ്, ഒന്നും പറയാനില്ല ഗൈസ്. പൊളി സ്ഥലം ഇത് കേട്ടോ. അവിടെയൊക്കെ കുറിഞ്ഞ് നമുക്ക് ചെറുതായിട്ട് വയലറ്റ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോണിൽ കൂടെ കാണാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഈ ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ നിന്ന് എത്രയോ ഹൈറ്റിൽ മണ്ടേ മാത്രമേ ഈ ഒരു ഫ്ലവർ കാണാൻ പറ്റുള്ളൂ. ഇത് ഞാൻ മൂന്നാറിലൊക്കെ കണ്ട അതേ കുറിഞ്ഞാണോ എന്ന് മേളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഗൈസ്, നമ്മൾ ഇവിടെ വരെ കയറി എത്തി. ഇനിയും കുറേ കയറാറുണ്ട്. അതുകൊണ്ട് അങ്ങ് ആ താഴെ കാണാൻ നമ്മൾ വണ്ടി ഇട്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇവിടെ കയറി എത്തി. ലെറ്റ്സ് ഗോ, ചലോ. നോക്കൂ മക്കളെ, ഒരു ബ്ലോഗറിന്റെ അവസ്ഥ കാണണമെങ്കിൽ നോക്ക്. സ്റ്റാമിന വേണം മോനെ, സ്റ്റാമിന. ഇത് ഭയങ്കര വലിയ മലയാണെങ്കിലും ഞങ്ങൾ ഇടുക്കിക്കാരാണ്, ഞങ്ങൾക്ക് കാര്യമല്ല. വേറെ ചില കാര്യങ്ങൾ ഓഫ് കോഴ്സ് വലിയ കാട് താണ്ടി മലയെല്ലാം താണ്ടി വന്നവരാണ് ഞങ്ങൾ. അതെ അല്ലേ? യെസ്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് എനിക്കറിയില്ല വോയിസ്
ഉണ്ടാവുമെന്ന്. ബട്ട് ഒരു നല്ലൊരു ക്യാമും ഒക്കെ ഉണ്ട് കാഴ്ച. നിങ്ങൾക്ക് ആ കാണുന്നത് നമ്മുടെ മിൽമയാണ്, കട്ടപ്പന മിൽമയുടെ വലിയൊരു ഷോറൂം അല്ല, എന്താ ഇത് പറയാന്ന് എനിക്കറിയില്ല. സൊസൈറ്റി മിൽമയുടെ ഒരു പാലൊക്കെ പ്രിസർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മല, പച്ച റിസർവയർ ആൻഡ് ഇത് നീലക്കുറിഞ്ഞല്ല ഗൈസ്, അത് നീലക്കൊടുവേലി ആയിരിക്കും. ഇത് കണ്ടോ നീലക്കുറിഞ്ഞി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ബ്ലൂ വയലിഷ് പർപ്പിൾ കളറാണ്. സോറി പർപ്പിൾ അല്ല, ലാവണ്ടർ. അല്ലല്ല, അത് ബിക്കോസ് ദിസ് ഈസ് സ്കൈ ബ്ലൂ, അത് ലാവണ്ടർ, അതാണ് നീലക്കുറിഞ്ഞി. കുറെ ആൾക്കാർ, പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ ചെയ്യുന്ന ഒരു വിവരം ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം മൊത്തം പറിച്ചുകൊണ്ട് ഇറങ്ങി പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്നവർക്ക് കാണാൻ വേണ്ടി ഇവരെല്ലാവരും സെൽഫിഷാണ് ഗൈസ്, കൂടുതൽ ആൾക്കാരും. കാരണം അവരെല്ലാം പറിച്ചുകൊണ്ട് കുറേ പേര് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. നമ്മളെന്തായാലും പറിക്കുന്നില്ല, ബിക്കോസ് ഇനി വരുന്നവർക്ക് ഇത് കാണണം. മൂന്നാറിലൊക്കെ ഇത് പറിച്ചു കഴിഞ്ഞാൽ ഫൈൻ വരെ വാങ്ങും. ബട്ട് ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാനില്ല, അത് നേരാ. സോ എനിവേ ലെറ്റ്സ് ഗോ അപ്സ്റ്റേഴ്സിലേക്ക് നമുക്ക് കയറിടാം. ലെറ്റ്സ് ഗോ. നിങ്ങൾ എൻ്റെ ഡ്രസ്സും ഈ ഫ്ലവേഴ്സും നോക്കൂ, എന്തായാലേ മാച്ച്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഇട്ടുകൊണ്ട് വന്ന കോസ്റ്റ്യൂമിൻ്റെ റീസൺ? സോ നമ്മുടെ ഈ ഒരു ലാവൻഡർ കളറാണ്. നമ്മളുടെ ഡ്രസ്സും ഈ ഫ്ലവറും തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. സി യാ അപ്പം നമ്മളുടെ നീലക്കുറിഞ്ഞി വ്ളോഗ് ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം എവിൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. സോ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ വരിക, കാരണം ആൾക്കാർ ഇത് മൊത്തം പറിച്ച് തീർക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും പെട്ടെന്ന് വരിക. നല്ല വ്യൂ ഉണ്ട്, അതൊരു കുരിശുമലയാണ്. സോ ഡു എൻജോയ്. സൺഡേ അല്ല, ഇട ദിവസങ്ങളിൽ വരികയാണ് ഇത്രയും തിരക്കൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ വരിക, കാരണം ഈ പൂ ഇവിടെ എത്ര നാളുണ്ടാവും എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ മറ്റു വീഡിയോ കാലം തിരിക്കില്ല. ബൈ ബൈ.